യാത്രകൾ തുടരുകയാണ്. വെൽക്കം ബാക്ക് ടു ട്രാവൽ ആൻഡ് എക്സ്പ്ലോർ വിത്ത് ശ്രീ. മഹാബലിപുരത്തിൻ്റെ ഏറ്റവും ആകർഷകമായ ലാൻഡ്മാർക്കുകളാണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. പതിവ് പോലെ ഇവിടുത്തെ ചരിത്രങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്ന് എന്നെ ഇവിടെ ഇറക്കിയതിന് ശേഷം ഓട്ടോ ചേട്ടൻ ഇവിടുന്ന് പോവുകയാണ്. ഞാൻ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ ഇറങ്ങുകയാണ്. ആദ്യം ഞാൻ നേരെ പോയത് നമ്മുടെ കൃഷ്ണ മണ്ഡപത്തിലേക്കാണ്. മഹാബലിപുരത്തിൻ്റെ ഏറ്റവും മികച്ച പാറയിൽ കൊത്തിയ ഗുഹാക്ഷേത്രങ്ങളിലൊന്നായ കൃഷ്ണ മണ്ഡപം. ഇവിടുത്തെ ചരിത്രങ്ങളും കഥകളും ഒക്കെ കാണാനായിട്ട് എന്നോടൊപ്പം ഈ യാത്രയിൽ കൂടിക്കോട്ടോ. ഭഗവാൻ കൃഷ്ണൻ ഗോവർദ്ധൻ കുന്നിനെ ഉയർത്തിയതിൻ്റെ ഐതിഹാസിക കഥ വിവരിക്കുന്ന അവിശ്വസനീയമായ ശിലാ കൊത്തുപണികളാണ് ഈ പുരാതന മാസ്റ്റർ പീസ് പ്രദർശിപ്പിക്കുന്നത്. സങ്കീർണമായ ശില്പങ്ങൾ മുതൽ കല്ലിൽ തീർത്ത ഡിവൈൻ സ്റ്റോറി ടെല്ലിംഗ്. കൃഷ്ണ മണ്ഡപം പല്ലവ കലയുടെയും ഭക്തിയുടെയും ഒരു യഥാർത്ഥ ഉദാഹരണം. ഈ വീഡിയോയിൽ ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണങ്ങൾ, കൊത്തുപണികളിലെ മറഞ്ഞിരിക്കുന്ന വിശദാംശങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളും മഹാബലിപുരത്തിൻ്റെ നമ്മൾ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാക്കി മാറ്റുന്ന എല്ലാ ആകർഷണങ്ങളും ആണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെ കണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ റോഡിലൂടെ പോകുമ്പം നമ്മൾ അടുത്ത് കാണുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ് കാണുന്നത്. നമ്മൾ ആ ക്ഷേത്രത്തിൽ പോയി, പക്ഷെ അവിടെ അടച്ചു, കയറാൻ പറ്റിയില്ല. അപ്പം നമ്മൾ നേരെ അടുത്ത സ്ഥലത്ത് അർജുന പെനാൻസ്. ഇത് വെറുമൊരു കൊത്തുപണിയല്ല. ഏകദേശം 96 അടി വീതിയും 43 അടി ഉയരവുമുള്ള ലോകത്തിലെ വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് ഓപ്പൺ എയർ റോക്ക് കർവിങ്സ് ആണ്. ഇതെല്ലാം 7-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ കാലത്തെ പോലത്തെ ആധുനികമായിട്ടുള്ള ഉപകരണങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ വെറും ചുറ്റികയും മറ്റും ഉപയോഗിച്ച് മാത്രം ചെയ്തതാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ തന്നെ പാടാണല്ലേ. എന്തായാലും ഈ കല്ലിന് ജീവൻ നൽകിയിരിക്കുന്ന പല്ലവ കരകൗശല വിദഗ്ധർ ശരിക്കൊരു അത്ഭുതമാണ് സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. ഓരോ രൂപങ്ങളും ജീവികളും ഓരോ മൃഗങ്ങളിലും സർപ്പങ്ങളൊക്കെയുള്ളതാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നിയത് ഈ ആനകളുടെ ഒരു കുടുംബം ആണ് കേട്ടോ. എന്താണെങ്കിലും അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. ശരിക്കും ജീവനുള്ള പോലെയൊക്കെ നമുക്ക് തോന്നും. 2 ഐതിഹ്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ കുരുക്ഷേത്ര യുദ്ധത്തിനുള്ള ദിവ്യായുധമായ ശക്തമായ പാശുപതാസ്ത്രം ലഭിക്കാനായിട്ട് മഹാഭാരതത്തിലെ അർജുനൻ ശിവഭഗവാനോട് തീവ്രമായ തപസ് അനുഷ്ഠിക്കുന്നതാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ശിവഭഗവാന്റെ സഹായത്തോടെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന പുണ്യനദിയായ ഗംഗയുടെ കഥ. അർജുനൻ്റെ തപസ്സെന്നോ ഗംഗയുടെ ഇറക്കുമെന്നോ എന്ന് നിങ്ങളൊക്കെ വിശ്വസിച്ചെന്ന് പറഞ്ഞാലും ഇത് ഒരു കലയേക്കാൾ കൂടുതൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. പുരാണങ്ങളുടെ ഒരു സ്റ്റോറി ടെല്ലിംഗ്. എന്തായാലും 1200 വർഷത്തിലേറെയാണ് കല്ലിൽ കൊത്തിയെടുത്ത ഈ ഇതിഹാസം ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇപ്പോഴും സന്ദർശകരെ അത്ഭുതപ്പെടുത്തുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഇനി ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ് ഈ കൃഷ്ണാസ് ബട്ടർ ബോൾ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോൾ അങ്ങോട്ടല്ല പോകുന്നത്. ഇവിടുത്തെ ഇങ്ങനെ ചുറ്റും ഇവിടുത്തെ ഓരോ പ്രധാന സ്പോട്ടുകളാണ്. അപ്പം നമ്മൾ നേരെ ലെഫ്റ്റ് എടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഗണേശ രഥം. മഹാബലിപുരത്തെ നിരവധി പാറയിൽ കൊത്തിയ അത്ഭുതങ്ങളിൽ ഗണേശ രഥം അതിൻ്റെ സിംപ്ലിസിറ്റിയിലും ഡിവൈൻ പ്രസൻസ് കൊണ്ടും വേറിട്ട് നിൽക്കുന്നു. പല്ലവ രാജവംശത്തിൻ്റെ കാലത്ത് കൊത്തിയെടുത്ത ഈ ഏകശിലാഘടന ആദ്യം ശിവഭഗവാനാണ് സമർപ്പിച്ചിരുന്നത്. ഇന്ന് ഗണപതി ദേവൻ്റെ ഒരു വിഗ്രഹമൊക്കെ വെച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കപ്പെടുന്ന ഒരു ആരാധനാലയത്തിൽ. അങ്ങനെ ഗണേശരഥത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുമ്പോട്ട് നടക്കുകയാണ്. ഇങ്ങനെ ഫുള്ള് ഇവിടെ ഒരു എനിക്ക് തോന്നുന്നൊരു അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് കേട്ടോ. ഒരു നല്ലൊരു 19 ഏക്കറൊക്കെ സ്ഥലം കാണുമെന്ന് എനിക്ക് തോന്നുന്നു. മൊത്തത്തിൽ ഇങ്ങനെ നല്ല കല്ലൊക്കെ പതിച്ച് നല്ല വഴികളും ഒക്കെയാണ്. ഇവിടെ ചുറ്റും കല്ല് കൊണ്ടുള്ള ഓരോരോ സംഭവങ്ങളാണ്. കല്ലിൽ കൊത്തി എടുത്തിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയ സ്റ്റെപ്പ് പോലും കല്ലിലാണ് കൊത്തിയെടുത്ത് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചുറ്റും ഇങ്ങനെ നടക്കുമ്പോൾ ഓരോരോ കാഴ്ചകൾ കാണാം. കല്ലിൽ കൊത്തിയെടുത്ത് ചെയ്തിരിക്കുന്ന ഓരോരോ കാഴ്ചകളും
ഓരോ കാഴ്ചകളും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളുമാണ്. നമ്മളിങ്ങനെ നടന്ന് വന്ന് ഏറ്റവും വന്നപ്പോൾ ഒരു പണി തീരാത്ത ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിലോട്ടാണ് നമ്മൾ വന്നത്. ഇതൊരു ക്ഷേത്രമാണ്, അങ്ങനെ പണി തീർന്നിട്ടില്ല. ഇതെല്ലാം ഫുള്ള് ഒറ്റ കല്ലിലാണ് കൊത്തിയെടുത്തിരിക്കുന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അതിശയം. നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേനും കാണാം അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഓരോ സ്ഥലത്തിനോട്ടുള്ള ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചുറ്റും 4 സൈഡിലോട്ട് പോയാൽ ഓരോരോ ഇത് കാണാൻ പറ്റും കേട്ടോ. ഓരോരോ ശിലാഘടനകൾ, ഓരോ കൊത്തുപണികളെല്ലാം കാണാൻ പറ്റും. നമ്മളിങ്ങനെ നടന്നു വന്നപ്പോൾ കണ്ടാണ് ഒരു പാറയുടെ നടുക്കിങ്ങനെ കൊത്തി വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു കുളം എന്ന് വെച്ചാൽ നമുക്ക് ആഴമൊന്നും അറിയത്തില്ല, പക്ഷേ അത്യാവശ്യം ആഴം ഉണ്ടെന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഒരു ചെറിയൊരു കുളമാണ്, അത് പാറയിൽ കൊത്തിയെടുത്താണ് ഈ കുളം എന്ന് പറയുന്നത്. ഇതിൻ്റെ ചുറ്റും ഒരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ആമ്പൽക്കുളമൊക്കെ തൊട്ട് സൈഡിലായിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ തൊട്ട് താഴോട്ട് ഉള്ള ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിൻറ്റിലോട്ടാണ് ആൾക്കാർ, വ്യൂ പോയിൻ്റ് കാണാനായിട്ടാണ് ആൾക്കാർ എല്ലാവരും വന്ന് നിൽക്കുന്നത്. ഈ കുളം കാണാൻ അധികം ആരും നിൽക്കാറില്ല. വെള്ളമൊക്കെ അഴുക്കായിട്ടാണ് കിടക്കുന്നത് തോന്നുന്നു കേട്ടോ. എന്തായാലും ഇതിൻ്റെ തൊട്ട് ആ താഴെ കാണുന്നതാണ് പറഞ്ഞ ആമ്പൽ കുളം. അടുത്ത ഒരു ശിലാഘടനയാണ് കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാം പ്രധാനമായിട്ടുള്ള എല്ലാ സ്പോട്ടിലും ഇങ്ങനെ ഒറ്റ കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ള പ്രതിമകൾ, അതുപോലെ തന്നെ രൂപങ്ങളെല്ലാത്തിൻ്റെ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇപ്പം നമ്മൾ ആദ്യം പോയിട്ടുള്ള കൃഷ്ണ മണ്ഡപം, അർജുന ബനാൻസ്, ഗണേശരഥം, അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഇതാണ് മെയിനായിട്ട്. അവിടുത്തെ കല്ലിലുള്ള കൊത്തുപണികളാണ് നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത്. ഇനി നമ്മൾ അടുത്ത നേരെ പോകുന്നതാണ്, കാണുന്നതാണ് കൃഷ്ണാസ് ബട്ടർ ബോൾ എന്ന് പറയുന്നത്. ഇനി അവിടുന്ന് അത് നമുക്ക് ലാസ്റ്റാണ് നമ്മൾ പോകുന്നത് അങ്ങോട്ട്. ഇപ്പോൾ നമ്മൾ നേരെ അവിടെ ഒരു ചെറിയൊരു ഗുഹ പോലെ ഒരു സംഭവം കാണുന്നുണ്ട്, ഒരു പാറയുടെ ഒക്കെ ഇടയ്ക്കൂടെ. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇതാണ് ഗുഹ, കണ്ടോ, 2 പാറകളിലൊക്കെ ഇടയ്ക്ക് ചെറിയൊരു ഗുഹ പോലെയാണ്. എല്ലാവരും കയറുന്നുണ്ട്, അപ്പോൾ നമുക്കും കയറാനായിട്ടുള്ളൊരു പ്ലാനിലാണ്. ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പം ഇത് ആണ് ഗുഹാക്ഷേത്രം എന്ന് പറയുന്നത്. അതായത് മഹാബലിപുരത്തിൻ്റെ അത്ഭുതം എന്ന് പറയുന്ന ത്രിമൂർത്തി ഗുഹാക്ഷേത്രം ഇതിനകത്താണ്. നമുക്കിതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ പോകാം. ഇവിടെ ഇങ്ങനെ എല്ലാവരും ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നതെല്ലാം ഭയങ്കര പരിപാടികളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്തായിട്ടാണ് ഈ ഗുഹാക്ഷേത്രം എന്ന് പറയുന്നത്, ത്രിമൂർത്തി ഗുഹാക്ഷേത്രം എന്ന് പറയുന്നത്. ഈ മഹാബലിപുരത്തിൻ്റെ ഈ പാറയിൽ കൊത്തിയെടുത്തിട്ടുള്ള ഈ അത്ഭുതങ്ങളിൽ ഈ ത്രിമൂർത്തി ഗുഹാക്ഷേത്രം ഭയങ്കര ഒരു സവിശേഷമായിട്ടുള്ളൊരു ഒന്നാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇതാണ് ഈ ത്രിമൂർത്തി ഗുഹാക്ഷേത്രം. ത്രികോണ രൂപകൽപ്പനയിൽ ഉള്ളതുകൊണ്ടാണ് ഇത് വേറിട്ട് നിൽക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ 3 ശ്രീകോവിലുകളാണ് ഉള്ളത്. അതിൽ ഹിന്ദു മതത്തിൻ്റെ ത്രിമൂർത്തികളായിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. സൃഷ്ടാവായ ബ്രഹ്മാവ്, സംരക്ഷകനായ വിഷ്ണു, സംഹാരകനായ ശിവഭഗവാൻ, അങ്ങനെ 3 പേർക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം നിൽക്കുന്നത്. 3ആയിട്ട് നിൽക്കുന്നത് ത്രിമൂർത്തി ഗുഹാക്ഷേത്രം എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് ഫ്രണ്ടിൽ ഉള്ളൊരു ചെറിയൊരു കിണറാണ് കേട്ടോ. ഇത് കിണറെല്ലാം ഇതിൽ ഈ കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്നതാണ് എന്നാണ് പറയുമ്പോഴാണ് നമുക്കൊരു വിശ്വസിക്കാൻ തന്നെ പാടായിട്ടുള്ളത്. ഭയങ്കര സംഭവമാണ് കേട്ടോ. നല്ല ഒറ്റ കല്ലിലാണ് ഇതെല്ലാം കൊത്തിയെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ അതിശയപ്പെടുത്തുന്ന സംഭവം. അപ്പോൾ ഇനി ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ ഇനി പോകുന്നത് നമ്മുടെ കൃഷ്ണാസ് ബട്ടർ ബോൾ കാണാനാണ്. ഈ കാണുന്നതാണ് കൃഷ്ണാസ് ബട്ടർ ബോൾ. മഹാബലിപുരത്തെ വെല്ലുവിളിക്കുന്ന പാറ. മഹാബലിപുരത്തിൻ്റെ ഏറ്റവും ആകർഷമായ അത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ കൃഷ്ണാസ് ബട്ടർ ബോൾ എന്ന് പറയുന്നത്. അതായത് പറയുകയാണെങ്കിൽ ഈ ഗുരുത്വാകർഷണ നിയമങ്ങളെയൊക്കെ കളിയാക്കുന്ന ഒരു ഭീമൻ പാറ. അതായത് 1200 വർഷത്തിലേറെയായി കുത്തനെയുള്ള ഒരു ചെരുവിൽ ബാലൻസ്ഡ് ആയിട്ടായി കിടക്കുന്ന ഒരു കൂറ്റൻ പാറയാണിത്. ഇതൊരിക്കലും താഴേക്ക് ഉരുളുന്നില്ല എന്നതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഇനി ഇവിടുന്ന് ഇറങ്ങിയാണ് അടുത്ത സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. മഹാബലിപുരത്തിൻ്റെ അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മളിനി വെയിറ്റ് ചെയ്യണം. ഓട്ടോ ചേട്ടൻ വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പം നല്ല വെയിലാണ്, അത്യാവശ്യം നല്ല ചൂടുള്ള സമയമാണ്. ഒരുപാട് കടകളൊക്കെ ഉണ്ട്. അപ്പം നമുക്കൊരു ജ്യൂസ് കുടിക്കാനുള്ള
ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തി. എനിക്ക് ഒരു ഫ്രഷ് ജ്യൂസ് കുടിച്ചേക്കാമെന്ന് ഓർത്ത് നമ്മൾ ഒരു ജ്യൂസ് കടയിലോട്ട് കയറുകയാണ്. ഒരു ഫ്രഷ് ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് പറഞ്ഞു. 60 രൂപയാണ് ഒരു ജ്യൂസിന്. ജ്യൂസ് ഫ്രഷായിട്ട് തന്നെയാണ് എടുക്കുന്നത്. എല്ലാം അവർ തന്നെ ഒരു പിഴിയുന്ന സാധനത്തിൽ വെച്ച് അടിച്ച് ഉണ്ട് നല്ല മുറിച്ച് വെള്ളം പിഴിഞ്ഞ് തരും. ഒരു ചെറിയൊരു ഡിസ്പോസിബിൾ ഗ്ലാസ്സാണ്. 60 രൂപയുടെ, നമ്മുടെ ഇവിടെ നാട്ടിൽ ഒരു 60 രൂപയുടെ ജ്യൂസ് എന്നൊക്കെ പറയുമ്പം അത്യാവശ്യം ഒരു വലിയൊരു ഗ്ലാസ്സിലാണ് കിട്ടുന്നത്. ഇത് അത്രയും ക്വാണ്ടിറ്റി ഒന്നും ഇല്ല, എന്നാലും നമുക്ക് ദാഹം മാറ്റാം. അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മോർ